ഇന്ന് ഞാൻ ഒരു യുദ്ധത്തിന് ഇറങ്ങാട്ടാ. എന്റെ യുദ്ധത്തിലുള്ള ആയുധങ്ങളായിട്ട് ആമസോണിൽ നിന്ന് പറഞ്ഞു വിട്ട ചേട്ടനാണ് ഇത്. ചേട്ടാ എനിക്ക് വീഡിയോ എടുക്കുന്ന ചെറിയൊരു അസുഖം പറഞ്ഞപ്പോ നീ എടുത്തോടെ കുട്ടാന്ന് പറഞ്ഞ സാധനം തന്നാണ് പോയി. എന്ത് നല്ല മനുഷ്യരല്ല ഈ ലോകത്ത്. ഇതാണ് നമ്മുടെ ഐറ്റം. കുറച്ച് നാളായി ഞാൻ അവരെ ഓട്ടത്ത് വെച്ചിട്ട്. കാരണം നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഫ്ലേവർ ലൈസ് ഉണ്ടാക്കി എടുക്കാന്നാണ് ഇവന്മാര് തള്ളണത്. ഇവന്മാര് തള്ളണ്ടാണോ അത് ശരിക്കാണോ നമുക്ക് അറിയണ്ടേ. അഥവാ ഇതെങ്ങനെ സക്സസ് ആയ മിക്കതും മഹാൻ സൈസ് കമ്പനി പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം തോട്ടാക്കി. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആദ്യം നമ്മൾ ഇതെങ്ങനെ കട്ടിംഗ് ബോർഡ് തിരിച്ചു പിടിച്ച് മോന്തിക്ക് ഇട്ടിട്ടാണ്ട് രക്ഷപ്പെടണം. പിന്നെ ഒരു ഫുള്ള് നാരങ്ങി ഒരു ഫുള്ള് തണ്ണിമത്തം എടുക്കുക. ഇത് ഫുള്ള് തണ്ണിമത്തനൊന്നും ഇല്ലാട്ടാ, കൊതി കാരണം ഞാൻ തന്നെ പകുതി തിന്നെ. പിന്നെ ഇത് എങ്ങനെ ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കുക. വലിയ ഭംഗിയൊന്നും വേണ്ട, കാരണം ഇത് എന്തായാലും ജ്യൂസ് ആക്കാനുള്ളതാ. പിന്നെ കൊതി വരുമ്പോ ഓരോ പീസ് ഇട്ടാ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഐസ് ഉണ്ടാക്കാം. നാരങ്ങ പിന്നെ എന്തെങ്കിലും ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആ നാരങ്ങ രക്ഷപ്പെട്ടു. ഇനി ഇതൊക്കെ ഒരു ജ്യൂസർ വെച്ച് അടിച്ച് ഇങ്ങനെ ജ്യൂസ് ആക്കി എടുക്കുക. മധുരത്തിന് കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്തോ. പിന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ കൂടുതൽ ഒഴിച്ചത് ഈ ചോന്ന കോലം കൂടെ കുത്തി വെക്കുക. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിട്ടാ. പിന്നെ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രീസറിന് ഇത്ര വലിപ്പെങ്കിലും മിനിമം വേണം. എന്റെ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ പിറ്റേ ദിവസം സാധനം എടുത്ത് നോക്കിയപ്പോ സാധനം മൊത്തം കൂടെ ഫ്രീസ് ആയി പോയി. അങ്ങനെ ഊരിട്ട് നോക്കിയപ്പോ നല്ല കിടിലൻ സാധനം. ടേസ്റ്റ് നോക്കിയപ്പോ തണ്ണിമത്തനേക്കാളും ടേസ്റ്റ് നാരങ്ങയ്ക്കായിരുന്നു. നാളെ തൊട്ട് നിങ്ങളുടെ വീടിന്റെ പുറത്തു കൂടെ സൈക്കിളിൽ ബെല്ലടിച്ച് ആരെങ്കിലും ഐസ് ഐസ് എന്ന് പറഞ്ഞ് പോകണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ, ചിലപ്പോ ഞാനായിരിക്കും.